ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റാഗി സൂപ്പാണ്. അപ്പോൾ രാത്രി ചോറിന് പകരമായിട്ടും വെയിറ്റ് മാനേജ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു റാഗി സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റാഗി സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുള്ള റാഗി പൗഡറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയതിനാൽ നമുക്ക് പെട്ടെന്നൊന്നും വിശപ്പ് തോന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഒരു ചെറിയൊരു പട്ടയും കൂടെ ചേർക്കണമായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് അത് മിസ്സായിപ്പോയി. ഞാനത് പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം ഒരു 1/2 കപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി നേരമൊന്നും ഇത് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കേണ്ട. നമുക്കൊരു കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം വെജിറ്റബിൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇതുപോലെ തന്നെ മിക്സാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പോയിട്ട് കട്ട പിടിക്കും. ഇപ്പോൾ റാഗിയിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫില്ലായിട്ട് തന്നെ തോന്നും. അതുപോലെ തന്നെ റാഗിയിൽ കാൽസ്യവും ഇരുമ്പും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിൽ ഇതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൂപ്പിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സൂപ്പ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്ര മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റാഗി സൂപ്പ് കുറച്ച് സമയത്തേക്ക് വെക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. അപ്പം നമ്മുടെ അടിപൊളി റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും